നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ചാരിയറ്റ് എനർജിയാണ്. റിലേഷനിലൊരു മുന്നോട്ടൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നതായിട്ടാണ്, ഒരു ആക്ഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് നിങ്ങളല്ലാതെ എന്നുള്ളതാണ് കേട്ടോ. അപ്പം അവർ റിലേഷനിലോട്ട് തിരികെ വരാതെ നിൽക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവർ റിലേഷനിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് മറ്റ് കണക്ഷൻസ് അവരുടെ ലൈഫിലുണ്ട്, മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് അവർക്കുണ്ട്. അപ്പൊ അത് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻസിനെ കൂടി ആള് കൂടെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ റിലേഷനിൽ മാത്രം, നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ അവർ ഡൗട്ട്ഫുൾ ആണ്. ഇതില് എഫേർട്ട് ഇടണോ, ഇത് എൻ്റെ കൂടെ വേണോ എന്നുള്ള കാര്യത്തിൽ അവർ ഒരു ഉറച്ചൊരു തീരുമാനത്തിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷനിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാതെ പലപ്പോഴും മാറി നിൽക്കുകയും വീണ്ടും വരികയും ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് അതുകൊണ്ടാണെന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അതുപോലെ ഈ റിലേഷനിൽ ആള് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ റിലേഷനിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 7 ഓഫ് കപ്സ് എനർജി പോലെ തന്നെ ആണ് ആള് ഈ റിലേഷനിൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. ഈ റിലേഷനിൽ ഇപ്പോഴും അവർക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ മറ്റു കാര്യങ്ങൾക്കൊപ്പം ഈ റിലേഷനെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ആളുടെ ലൈഫ് ലോങ് വേണമെന്നോ അല്ലെങ്കിൽ ഇതെന്റെ കൂടെ വേണം, ഈ റിലേഷൻ എനിക്ക് വേണ്ടപ്പെട്ടതാണെന്നുള്ള രീതിയിൽ ഈ റിലേഷനെ അവർ കൈകാര്യം ചെയ്യുന്നില്ല. ആ രീതിയിൽ അവർ അവരുടെ മനസ്സിലോട്ട് ഈ റിലേഷനെ കാണുന്നില്ല, എടുത്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഇമോഷണലി അവരുടെ ഇമോഷൻസ് ചില സമയത്ത് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് അവരുടെ ഇമോഷൻസ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ സ്നേഹമുള്ളതായിട്ട് ഒരു ഇഷ്ടം നിങ്ങളോടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവരുടെ ലൈഫിലും മറ്റ് കണക്ഷനും അല്ലെങ്കിൽ മറ്റ് അതിപ്പം ഒരുപാട് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെയുള്ള കണക്ഷൻസിനെ കൂടെ ആള് ഇതുപോലെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് ആ ഒരു സ്നേഹം സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 7 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷനിൽ ഒരു ഗ്രോത്തിലോട്ട് ഈ റിലേഷൻ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അതായത് ഇത് ഒരുപാട് കാലം മുന്നോട്ട് പോവാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രോത്ത് ഇല്ല, ഈ റിലേഷൻ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല, ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവർ ഈ റിലേഷന് വേണ്ടത്ര ഒരു എഫേർട്ട് ഇടാത്തത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ടു ഓഫ് സോർട്സ് എനർജിയാണ്. അവർ കൺഫ്യൂസ്ഡ് ആണ് ഈ റിലേഷന്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ഒരു ചിന്തയേക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ ലൈഫിൽ അവരുടേതായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കൺഫ്യൂഷൻ എന്ന് പറയുമ്പം അവർക്ക് ഈ റിലേഷൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷനാണ്. അല്ലാതെ അവർക്ക് ഈ റിലേഷനിൽ ഒരു എന്താ പറയാ, നിങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ കാര്യത്തിലല്ല കൺഫ്യൂഷൻ. സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ അതൊരു കമ്മിറ്റ്മെന്റിലോട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് അവർ കൺഫ്യൂസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ചിലർക്ക് ആൾക്ക് മറ്റ് റിലേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കൊളീഗ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ മറ്റ് പ്രയോറിറ്റികൾ അവരുടെ ലൈഫിലുണ്ട്. ഇപ്പൊ നിങ്ങളില്ലെങ്കിലും ആള് ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും ആളുടെ ലൈഫിൽ മറ്റ് കണക്ഷൻസ് ഉള്ളത് കൊണ്ട് ആൾക്ക് അതേപോലെ, അതായത് നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾ പല കാര്യങ്ങളും ആളുടെ ലൈഫിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷനിൽ മാറി നിന്നാലും ആൾക്ക് കുഴപ്പമില്ല. ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനെ ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റിലേഷനിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ഈ റിലേഷന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്ന് കുറയ്ക്കുക. കാരണം ഈ പേഴ്സൺ അത്രയും ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ ഒരു ഫ്യൂച്ചർ ലൈഫോ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ റിലേഷനെ കൊണ്ടുപോകാനോ അവരാഗ്രഹിക്കുന്നില്ല, അങ്ങനെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുപോകണോ എന്നുള്ളൊരു ഡിസിഷൻ പോലും അവരിപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ ഈ റിലേഷന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുക, ഈ റിലേഷൻ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷങ്ങൾ കളയുക, നിങ്ങളുടേതായ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലോട്ടും നിങ്ങളുടെ കാര്യങ്ങളിലോട്ടും ഫോക്കസ്ഡ് ആവുക. പിന്നെ നിങ്ങൾക്ക് ഇത്രമാത്രം വാല്യൂ അവർ തരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കുക. അതായത് ആൾ ഇനിയും റിലേഷനോട് തിരികെ വരുന്ന എനർജിനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷനോട് നിങ്ങൾ പോവാന്നുള്ളതാണ് കേട്ടോ. 8 ഓഫ് വാൻസ് എനർജി കാണിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ്. ഇപ്പൊ നോ കോൺടാക്ട് ആണെങ്കിൽ ലെസ് കോൺടാക്ട് ആണെങ്കിലും ആളെ റിലേഷനോട് വരും. ഇവിടെ ഈ പേഴ്സന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ റിലേഷൻ അവർ വിട്ട് കളയുന്നില്ല. ഓക്കെ, ഇത് ആളുടെ ലൈഫിൽ ഒരു ബാക്കപ്പ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതായത് ഇടയ്ക്ക് വരാ പോവാ എന്നുള്ള രീതിയിൽ. എന്നാൽ ഇത് എനിക്ക് വേണ്ട, ഈ കണക്ഷൻ വേണ്ട, ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പറയേയില്ല. എന്നാൽ നിങ്ങളെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ തരാനോ അല്ലെങ്കിൽ ഒരു ലൈഫ് തരാനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാനോ അവർക്ക് പറ്റിയില്ല. ആ ഒരു രീതിയിലാണ് ഈ റിലേഷൻ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി അവർ അവരുടെ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ റിലേഷൻ അതുപോലെ വേണം നിങ്ങളും മുന്നോട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ, ചേഞ്ചസ് വരാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് കാണിക്കുന്നത്. ഒരു സമാധാനം നിങ്ങളുടെ റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സംഘർഷം അല്ലെങ്കിൽ എപ്പോഴും ഒരു ടെൻഷൻ ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കാസർഗോഡ്, ജൂലൈ, കണ്ണൂർ, ജൂൺ, കാർത്തിക, ലെറ്റർ ഒ, ലെറ്റർ ബി, 1991, രോഹിണി, മലപ്പുറം, ഏപ്രിൽ, ലെറ്റർ സി, 1995. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.